أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فاصبر إن وعد الله حق فإما نرينك بعض الذي نعدهم أو نتوفينك فإلينا يرجعون. ولقد أرسلنا رسلا من قبلك منهم من قصصنا عليك ومنهم من لم نقصص عليك وما كان لرسول أن يأتي بآية إلا بإذن الله فإذا جاء أمر الله قضي بالحق وخسر هنالك المبطلون. الله الذي جعل لكم الأنعام لتركبوا منها ومنها تأكلون ولهم فيها منافع ولتبلغوا عليها حاجة في صدوركم وعليها وعلى الفلك تحملون ويريكم آياته فأي آيات الله تنكرون. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. نصلي ونسلم على أشرف الأنبياء والمرسلين أما بعد الفائزين برضا الله. ഏറ്റവും സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിനെ ഭയപ്പെട്ട് അവനെ വഴിപ്പെട്ട് യഥാർത്ഥ മുത്തഖീങ്ങളായി ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്ന് ഏവരോടും ഏറെ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് നൽകുകയാണ്. 40-ാം അധ്യായമായ സൂറത്തു ഗാഫിറിലെ 76 ആയത്തുകളാണ് നാം പഠിച്ചത്. അവസാനമായി അള്ളാഹുവിൻ്റെ കൃത്യമായ ആയത്തുകളിലും ദൃഷ്ടാന്തങ്ങളിലും ഒരു കാര്യവുമില്ലാതെ വെറുതെ തർക്കം നടത്തി സംതൃപ്തരാകുന്ന അഹങ്കാരികളുടെ പ്രവർത്തനങ്ങളും നാളെ പരലോകത്ത് അവർക്ക് വരാനിരിക്കുന്ന ഭയാനകരമായ ശിക്ഷാ നടപടികളുമൊക്കെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞ ആയത്തുകളിൽ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. നരകത്തിലൂടെ ചുട്ടുതിളക്കുന്ന വെള്ളത്തിൽ അവരെ വലിച്ചിഴക്കപ്പെടുമെന്നും നരകത്തിലിട്ടുകൊണ്ട് അവരെ കത്തിക്കപ്പെടുമെന്നും നിങ്ങൾ പങ്കുചേർത്തിരുന്ന ധാരാളം ആളുകൾ ഉണ്ടായിരുന്നുവല്ലോ, അവരൊക്കെ എവിടെ പോയി എന്ന് അവരോട് ചോദിക്കപ്പെടുമ്പോൾ അവരൊക്കെ ഞങ്ങളെ വിട്ടുമറഞ്ഞ് കാണാതെയായി പോയി എന്ന് അവർ പറയുമെന്നും, അല്ലെങ്കിൽ ഞങ്ങൾ യാതൊന്നിനെയും അല്ലാഹു അല്ലാത്തവരെ ഞങ്ങൾ വിളിച്ചു തേടുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്തിരുന്നില്ല തുടങ്ങിയ ഒഴിവ് കഴിവുകൾ പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം അവർ നടത്തും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ബോധ്യപ്പെടുത്തിയത്. അല്ലാഹുവിൻ്റെ ദീനിൻ്റെ പ്രചരണവുമായി തൗഹീദ് പഠിപ്പിക്കാൻ പ്രവാചകന്മാർ കടന്നു വന്നപ്പോൾ ആ പ്രവാചകന്മാർ മുഴുവനും വിവിധങ്ങളായ ആരോപണങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്, ധാരാളം ആരോപണങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് നാം പല സൂറത്തുകളിലായി മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ എന്ത് നിലപാടുകളാണ് സ്വീകരിക്കേണ്ടത് എന്നാണ് അടുത്ത ആയത്തിൽ അല്ലാഹു പഠിപ്പിക്കുന്നത്. ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും പലതും കേൾക്കേണ്ടി വരും. തൗഹീദിന്റെ വക്താക്കൾക്ക്, മുസ്ലിമീങ്ങൾക്ക് പല ആരോപണങ്ങളും പല വിധത്തിലും ഉണ്ടാകും. അത്തരത്തിൽ ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ ഇട്ടെറിഞ്ഞ് ഓടിപ്പോവുകയല്ല വേണ്ടത്, അല്ലെങ്കിൽ പ്രബോധനം നിർത്തിവെക്കുകയല്ല വേണ്ടത്. പല പ്രാവശ്യം പറഞ്ഞില്ലേ, കേൾക്കുന്നില്ലല്ലോ, അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ് എന്ന് പറഞ്ഞ് മറയത്തിരിക്കുകയല്ല വേണ്ടത്. മറിച്ച് ഏത് നിലപാടാകണം സ്വീകരിക്കേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു അടുത്ത ആയത്തിൽ. ഫസ്ബിർ ഇന്ന വഅദല്ലാഹി ഹഖ് ഫഇമ്മാ നുരിയന്നക ബഅദല്ലദീ നഇദുഹും ഔ നതവഫയന്നക ഫഇലൈനാ യുർജഊൻ. അതുകൊണ്ട് ഫസ്ബിർ, ക്ഷമിക്കുക. സ്വബർ, ക്ഷമ. ഇസ്ബിർ, നീ ക്ഷമിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് പറയുന്നത്. പലരും പലതും പറയും. അങ്ങനെ ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ തകർക്കുവാൻ കുതർക്കങ്ങൾ ശത്രുക്കൾ
മെനയുന്ന സമയത്ത് ഫസ്ബിർ, നബിയെ തങ്ങൾ ക്ഷമിക്കുക. ഇന്ന വഅദല്ലാ, തീർച്ചയായും വഅദല്ലാ, അല്ലാഹുവിന്റെ വഅദാനിയത്ത്, അല്ലാഹുവിന്റെ വാഗ്ദാനം, ഹഖ്ഖുൻ, അത് യഥാർത്ഥമാണ്. ഫഇമ്മാ നുരിയന്നക ബഅദല്ലദീ നഅദുഹും ഔ നതവഫയന്നക ഫഇലൈനാ യുർജഊൻ. ഇന്ന വഅദല്ലാ, തീർച്ചയായും അല്ലാഹുവിന്റെ വാഗ്ദാനം, ഹഖ്ഖുൻ, അത് സത്യമാണ്, അത് ന്യായമാണ്, അത് യഥാർത്ഥമാണ്. ഫഇമ്മാ നുരിയന്നക, നിനക്ക് നാം കാട്ടിത്തരുന്നതായാൽ, ബഅദല്ലദീ നഅദുഹും, നാം അവരോട് താക്കീത് ചെയ്യുന്ന കാര്യം നാം നിനക്ക് കാട്ടിത്തരുന്നതായാൽ, ബഅദ് ചിലത്, അല്ലദീ നഅദുഹും, നാം അവരോട് വാഗ്ദാനം ചെയ്യുന്നത്, ഔ നതവഫയന്ന, അല്ലെങ്കിൽ നാം പിടിച്ചെടുക്കുന്ന കാലം, കാനിന്നെ, ഫഇലൈന, അപ്പോൾ നമ്മിലേക്ക്, യുർജഊൻ, അവർ മടക്കപ്പെടുന്നു. ഇതാണ് ആ ആയത്തിന്റെ പദാർത്ഥം, അതിന്റെ സാരം. അതുകൊണ്ട് നബിയെ അങ്ങ് ക്ഷമിച്ചേക്കുക. തീർച്ചയായും അല്ലാഹുവിന്റെ വാഗ്ദാനം യഥാർത്ഥം തന്നെയാണ്. ഇനി നാം അവരോട് താക്കീത് ചെയ്യുന്നതിൽ ചിലത് ഒരുപക്ഷെ നിനക്ക് നാം കാണിച്ചു തന്നേക്കും. വാഗ്ദാനം മുസ്ലിമീങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിക്കുമെന്നും ശത്രുക്കൾക്ക് പരാജയം ഉണ്ടാകും എന്ന വാഗ്ദാനം, അതാണ് വാഗ്ദാനം. ഇസ്ലാം തന്നെയാണ് ഉന്നതിയിൽ നിൽക്കുക, മുസ്ലിമീങ്ങൾക്ക് തന്നെയാണ്, വിശ്വാസികൾക്ക് തന്നെയാണ് ആത്യന്തികമായ വിജയമുണ്ടാവുക. ആ താക്കീതുകൾ നിനക്ക് നാം കാണിച്ചു തരും. അല്ലെങ്കിൽ അതിനു മുമ്പായി നിന്റെ കാലം കഴിച്ച് നിന്നെ നാം പിടിച്ചെടുക്കുന്നതായാലും, ഒരുപക്ഷെ ആ താക്കീതുകൾ വരുന്നതിന്റെ മുമ്പ് ഒരുപക്ഷെ അങ്ങ് മരണപ്പെട്ടു പോയേക്കാം. ഏതായിരുന്നാലും ഇന്ന വഅദല്ലാഹി ഹഖ്, നാം അവർക്ക് നൽകിയിട്ടുള്ള ഈ താക്കീതുകൾ മുഴുവനും സത്യം തന്നെയാണ്. ഫഇലൈനാ യുർജഊൻ, നമ്മുടെ അടുക്കലേക്ക് തന്നെ അവരെ മടക്കപ്പെടുകയും ചെയ്യും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പറയുന്നത്. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ വെറുതെ തർക്കം നടത്തുന്ന ആളുകളോട്, അതിനെ നിഷേധിക്കുന്ന ആളുകൾക്ക് ശക്തമായ താക്കീതുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. ആ താക്കീതുകൾ നിനക്ക് നാം കാണിച്ചു തരും. എന്നാൽ എല്ലാ താക്കീതുകളും വരുന്നതിന്റെ മുമ്പ് ഒരുപക്ഷെ നിന്നെ നാം പിടിച്ചെടുത്താലും, അഥവാ നീ മരണപ്പെട്ടാലും, അല്ലാഹുവിന്റെ റസൂലെ പ്രബോധനം ചെയ്യൽ മാത്രമാണ് നിന്റെ ബാധ്യതയുള്ളത്. അവരെ ഇസ്ലാമിലേക്ക് നിർബന്ധിച്ചു കൊണ്ടുവരിക എന്നത് ഒരിക്കലും ബാധ്യതയല്ല. വിചാരണ അത് നമ്മുടെ ബാധ്യതയാണ്. പ്രബോധനം ചെയ്യുക എന്നത് മാത്രമാണ് നിന്റെ ബാധ്യത എന്ന് അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓർമ്മപ്പെടുത്തുന്നു. ജീവിതകാലത്ത് തന്നെ അവർക്ക് വല്ല ശിക്ഷകളും ബാധിച്ചു എന്ന് വരാം, അല്ലെങ്കിൽ അതിന്റെ മുമ്പ് നബിയെ അങ്ങയുടെ കാലം കഴിഞ്ഞു പോയെന്നും വരാം. ഏതായിരുന്നാലും അവരുടെ കാര്യത്തിൽ സ്വീകരിക്കേണ്ട നയം ഒന്ന് തന്നെയാണ്, അതിൽ യാതൊരു മാറ്റവുമില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പല സന്ദർഭങ്ങളിലായി അല്ലാഹുവിന്റെ വാഗ്ദാനം നിറവേറ്റിയതിന്റെയും ധാരാളം ഉദാഹരണങ്ങളുണ്ട്. ബദർ യുദ്ധത്തിൽ ഇസ്ലാമിനെ തകർക്കാൻ വന്ന, ഞങ്ങൾ തന്നെയാണ് വിജയിക്കുക എന്ന വാദഗതിയുമായി കടന്നു വന്നിട്ടുള്ള ആളുകളെ ശക്തമായി ആ ബദർ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയതും, അതേപ്രകാരം മക്ക എന്ന രാജ്യം തന്നെയും ഇസ്ലാമിന്റെ കീഴിലേക്ക് കടന്നു വന്നതുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയും. തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇത്തരം കാര്യങ്ങൾ ഇത് നബിയെ അങ്ങയുടെ കാലഘട്ടത്തിൽ മാത്രമല്ല ഉണ്ടാവുക, മുൻ പ്രവാചകന്മാരുടെയും മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെ അനുയായികളുടെയും കാലഘട്ടത്തിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇത്തരത്തിലുള്ള സ്ഥിതിഗതികൾ ഉണ്ടായിട്ടുണ്ട്. മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെ സന്ദർഭങ്ങളെയും സ്ഥിതിഗതികളെയും വിലയിരുത്തുകയാണ് 78-ാമത്തെ ആയത്തിൽ. وَلَقَدْ أَرْسَلْنَا رُسُلًا مِّن قَبْلِكَ مِنْهُم مَّن قَصَصْنَا عَلَيْكَ وَمِنْهُم مَّن لَّمْ نَقْصُصْ عَلَيْكَ وَمَا كَانَ لِرَسُولٍ أَن يَأْتِيَ بِآيَةٍ إِلَّا بِإِذْنِ اللَّهِ فَإِذَا جَاءَ أَمْرُ اللَّهِ قُضِيَ بِالْحَقِّ وَخَسِرَ هُنَالِكَ الْمُبْطِلُونَ. وَلَقَدْ أَرْسَلْنَا, തീർച്ചയായും നാം അയച്ചിട്ടുണ്ട്. അർസല അയച്ചു, അർസൽനാ നാം അയച്ചു.
ലഖദ് തീർച്ചയായും, ലഖദ് അർസൽനാ തീർച്ചയായും നാം അയച്ചിട്ടുണ്ട്, റുസുലൻ ധാരാളം പ്രവാചകന്മാരെ, ദൂതന്മാരെ, മിൻ ഖബലിക ഖബില് മുമ്പ്, ഖബലിക നിന്റെ മുമ്പ്, മിൻഹും നിന്റെ മുമ്പ് ധാരാളം പ്രവാചകന്മാരെ നാം അയച്ചിട്ടുണ്ട്, മിൻഹും അവരിലുണ്ട്, ആ പ്രവാചകന്മാരിലുണ്ട്, ദൂതന്മാരിലുണ്ട്, മൻ ഖസ്വസിന നാം ഖിസ്വ പറഞ്ഞു തന്നവർ, നാം ചരിത്രം വിവരിച്ചു തന്നവർ, അലൈക നിനക്ക് ധാരാളം പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട്. ആ പ്രവാചകന്മാരിൽ നിന്ന് ചില ആളുകളുടെ ചരിത്രം, കഥകൾ, പേരുകൾ നിനക്ക് നാം വിവരിച്ചു തന്നിട്ടുണ്ട്. എന്നാ വമിൻഹും മൻ അവരിലുണ്ട് ചിലർ ലം നഖ്സുസ് നിനക്ക് നാം പറഞ്ഞു തന്നിട്ടില്ല അവരുടെ കഥകൾ, കഥ പറഞ്ഞു തരാത്ത, അലൈക നിനക്ക് നാം കഥകൾ പറഞ്ഞു തരാത്ത ആളുകളും ആ പ്രവാചകന്മാരുടെ കൂട്ടത്തിലുണ്ട്. പേരും ചരിത്രങ്ങളും ഒക്കെ പറഞ്ഞു തന്നവരും അവരുടെ കൂട്ടത്തിലുണ്ട്. വമാ കാന ലിറസൂലിൻ വമാ കാന ഉണ്ടായിരുന്നില്ല ലിറസൂലിൻ ഒരു ദൂതനും അയ്യഅ്തിയ ബിആയത്തിൻ ഒരു ദൃഷ്ടാന്തം കൊണ്ടുവരാത്ത ഒരു പ്രവാചകനും ഉണ്ടായിട്ടില്ല. ഇല്ലാ ബിഇദ്നില്ല അല്ലാഹുവിന്റെ അനുമതിയോടുകൂടെയല്ലാതെ, അല്ലാഹുവിന്റെ അനുമതിയോടുകൂടെയല്ലാതെ ആയത്ത് ദൃഷ്ടാന്തം, ഒരു ദൃഷ്ടാന്തവും കൊണ്ടുവരാത്ത ഒരു പ്രവാചകനും ഉണ്ടായിട്ടില്ല. പിന്നെ ഫഇദാ ജാഅ അങ്ങനെ വന്നാൽ, അംറുള്ള അല്ലാഹുവിന്റെ കൽപ്പന വന്നാൽ, ഖുലിയ വിധി നടത്തപ്പെടും അല്ലെങ്കിൽ തീരുമാനിക്കപ്പെടും, ബിൽ ഹഖ് കൃത്യപ്രകാരം, സത്യപ്രകാരം അല്ലെങ്കിൽ യഥാർത്ഥ പ്രകാരം വിധി തീരുമാനിക്കപ്പെടുക തന്നെ ചെയ്യും. ഖസിറ വഖസിറ നഷ്ടപ്പെടുകയും ചെയ്യും, ഹുനാലിക അവിടെ വെച്ച്, ഖസിറ നഷ്ടപ്പെടുകയും ചെയ്യും, ഹുനാലിക അവിടെ വെച്ച്, അൽ മുബ്തിലൂൻ അന്യായം പ്രവർത്തിക്കുന്ന ആളുകൾ, ബത്തുൽ അന്യായം പ്രവർത്തിക്കുന്നവർ, മുബ്തിലൂൻ അന്യായം പ്രവർത്തിക്കുന്നവർ അവിടെ വെച്ച് നഷ്ടപ്പെടുകയും ചെയ്യും. 78-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഖുർആനിൽ പ്രസ്താവിക്കപ്പെട്ട ആളുകളുണ്ട്, പ്രസ്താവിക്കപ്പെടാത്ത എത്രയോ പ്രവാചകന്മാരുണ്ട്. എല്ലാവരുടെയും പേരുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല. എല്ലാവരുടെയും പേരുകളില്ല. പരിശുദ്ധ ഖുർആനിൽ തന്നെ 25ഓളം പ്രവാചകന്മാരുടെ പേരുകളാണുള്ളത്, നമുക്കറിയാമല്ലോ. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറഞ്ഞത്, ധാരാളം പ്രവാചകന്മാർ വന്നിട്ടുണ്ട്, നിനക്ക് മുമ്പ് പല ദൂതന്മാരെയും നാം അയക്കുകയുണ്ടായിട്ടുണ്ട്, നിനക്ക് കഥ വിവരിച്ചു തന്നവരും അവരിലുണ്ട്, നിനക്ക് കഥ വിവരിച്ചു തരാത്തവരും അവരിലുണ്ട്. എന്നിട്ട് അല്ലാഹു പറയുന്നത്, ഏതൊരു റസൂലിനും അല്ലാഹുവിന്റെ അനുമതിയോടെയല്ലാതെ ഒരു ദൃഷ്ടാന്തം കൊണ്ടുവരാൻ നിർവാഹം ഇല്ല. പ്രവാചകന്മാർക്ക് അവർ സത്യരാണ് എന്ന് ബോധ്യപ്പെടുത്തുവാൻ, അവർ അല്ലാഹുവിന്റെ പ്രവാചകന്മാർ തന്നെയാണ് എന്ന് സമൂഹത്തിനെ ബോധ്യപ്പെടുത്തുവാൻ അല്ലാഹു തആല നൽകുന്നതാണ് മുഅ്ജിസത്ത്. ആ മുഅ്ജിസത്ത് അല്ലാഹുവിന്റെ അനുമതിയോടുകൂടെ അവൻ കൊണ്ടുവരുന്നതാണ്. അല്ലാഹുവിന്റെ അനുമതിയോടെ അല്ലാഹു കൊണ്ടുവരുന്നതാണ് മുഅ്ജിസത്ത്. ആ മുഅ്ജിസത്ത് അല്ലാഹുവിന്റെ അനുമതിയോടുകൂടെയല്ലാതെ, ബിഇദ്നില്ല ഇല്ലാ ബിഇദ്നില്ല അല്ലാഹുവിന്റെ അനുമതിയോടുകൂടെയല്ലാതെ ഒരു പ്രവാചകനും കൊണ്ടുവരാൻ ഒരു നിർവാഹവും ഇല്ല. ഫഇദാ ജാഅ അംറുല്ലാഹ് അല്ലാഹുവിന്റെ കൽപ്പനയെന്ന് വന്നാൽ, ഖുലിയ ബിൽ ഹഖ് ഖുലിയ ബിൽ ഹഖ് വഖസിറ ഹുനാലികൽ മുബ്തിലൂൻ യഥാർത്ഥമനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ വിധി നടത്തപ്പെടും. വഖസിറ ഹുനാലികൽ മുബ്തിലൂൻ അവിടെ വെച്ച് അന്യായം പ്രവർത്തിക്കുന്ന ആളുകൾ നഷ്ടത്തിലാവുകയും ചെയ്യും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വക്താക്കളായി മാറണം. ആരാധനക്കർഹൻ അല്ലാഹു മാത്രമാണ്. അല്ലാഹു അല്ലാത്ത ഒന്നിനെയും ആരാധിച്ചുകൂടാ എന്നതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം ആയത്തുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പല കാര്യങ്ങളും എടുത്തുദ്ധരിച്ചു കഴിഞ്ഞുപോയ ആയത്തുകളിൽ. ഭൂമിയെക്കുറിച്ച്, ആകാശത്തെക്കുറിച്ച്, മനുഷ്യരുടെ സൃഷ്ടിപ്പിനെക്കുറിച്ച്, രാത്രിയെക്കുറിച്ച്, പകലിനെക്കുറിച്ച് പല കാര്യങ്ങളും പറഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞത്, ലാ ഇലാഹ ഇല്ലാഹു അല്ലാഹു അല്ലാതെ ഒരു ആരാധനും ഇല്ല, അതുകൊണ്ട് ഫദഊഹു നിങ്ങൾ അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്നവരാക്കണം എന്ന് പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ എല്ലാവരും മുമ്പ് കഴിഞ്ഞു പോയ ആയത്തുകളിൽ. എന്നാൽ 79-ാമത്തെ ആയത്തിൽ വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏറെ പരിചിതമുള്ള തുറന്ന ഹൃദയത്തോടുകൂടെ എന്തുകൊണ്ട് അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം, അല്ലാഹു അല്ലാത്തവരെ എന്തുകൊണ്ട് ആരാധിച്ചുകൂടാ എന്ന് ഏതൊരു മനുഷ്യനും ചിന്തിക്കാൻ കഴിയുന്ന വിധം, പക്ഷെ വിശാലമായ ഹൃദയത്തോടുകൂടെ മർക്കടമുഷ്ടിയില്ലാതെ തർക്കമില്ലാതെ ചിന്തിക്കാൻ കഴിയുന്ന ആളുകൾക്ക് മനസ്സിലാകുന്ന ചില ഉദാഹരണങ്ങളാണ്, ദൃഷ്ടാന്തങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല 79-ാമത്തെ ആയത്തിൽ പറഞ്ഞു തരുന്നത്. ഏതാണത്?
അല്ലാഹുല്ലദീ ജഅല ലകുമുൽ അൻആമ ലിതർകബൂ മിൻഹാ വമിൻഹാ തഅകുലൂൻ. ഇതേപോലെയുള്ള ആയത്തുകൾ കഴിഞ്ഞു പോയ നമ്മുടെ പഠിച്ച സൂറത്തുകളിലൊക്കെ ധാരാളം ആയത്തുകളിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. അല്ലാഹു ഇവിടെ പറയുന്നത് അല്ലാഹുല്ലദീ, അല്ലാഹു ഒരുവനാണ്, ജഅല ലകും നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നവനാണ് അവൻ. അല്ലാഹുല്ലദീ ജഅല ലകും നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നവനാണ് അല്ലാഹു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏർപ്പെടുത്തി തന്നവനാണ് അല്ലാഹു. എന്തിനെ? അൽ അൻആമ കാലികളെ, ആട് മാട് ഒട്ടകങ്ങൾക്കാണ് അൻആം എന്ന് പറയാം. ആടുമാട് ഒട്ടകങ്ങളെ നിങ്ങൾക്ക് ഏർപ്പെടുത്തി തന്നവനാണ് ആര്? അല്ലാഹു. ആടുമാടുകളെ നിങ്ങൾക്ക് ഏർപ്പെടുത്തി തന്നവൻ അല്ലാഹു അല്ലാതെ മറ്റേതെങ്കിലും ദൈവങ്ങളാണോ മറ്റേതെങ്കിലും ശക്തികളാണോ? അല്ല. ആടുമാടുകളെ നിങ്ങൾക്ക് അവൻ ഏർപ്പെടുത്തി തന്നു. ലിതർകബൂ നിങ്ങൾക്ക് വാഹനം കയറുവാൻ വേണ്ടി, അല്ലെങ്കിൽ നിങ്ങൾക്ക് സവാരി ചെയ്യുവാൻ. പല മൃഗങ്ങളുടെ പുറത്തും സവാരി ചെയ്യുന്നത് നാം സവാരിക്ക് വേണ്ടി ഈ മൃഗങ്ങളെ ഉപയോഗപ്പെടുത്തുന്നു. അത് ഏർപ്പെടുത്തി തന്നത് അല്ലാഹുവാണ്. മിൻഹ അവയിൽ നിന്ന്, അവയിൽ നിന്ന് പറഞ്ഞാൽ ആ അൻആമുകളിൽ നിന്ന്, ആടുമാട് ഒട്ടകങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് സവാരി ചെയ്യുവാൻ അതിനെ ഏർപ്പാടാക്കി തന്നത് അല്ലാഹുവാണ്. വമിൻഹ അവയിൽ നിന്ന് തഅകുലൂൻ നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഭക്ഷണത്തിന് വേണ്ടിയും വാഹനങ്ങൾക്ക് വേണ്ടിയും ഒക്കെ ഈ അൻആമുകളെ ഏർപ്പെടുത്തി തന്നത് ആരാണ്? അല്ലാഹുവാണ്. വീണ്ടും അല്ലാഹു പറയുന്നു, വലകും ഫീഹാ മനാഫിഉ വലിതബ്ലുഗു അലൈഹാ ഹാജതൻ ഫീ സുദൂരികും വഅലൈഹാ വഅലൽ ഫുൽകി തുഹ്മലൂൻ. വലകും നിങ്ങൾക്കുണ്ട്, ഫീഹാ അതിൽ, വലകും ഫീഹാ അതിൽ നിങ്ങൾക്കുണ്ട്, മനാഫിഉൻ ധാരാളം പ്രയോജനങ്ങളുണ്ട്. ഏതിൽ? അൻആമുകളിൽ. ഈ ഭക്ഷണവും അതുപോലെ വാഹനത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്നതല്ലാത്ത ധാരാളം ഉപയോഗങ്ങൾ, ധാരാളം മൻഫഅത്തുകൾ, ഉപകാരങ്ങൾ ആ അൻആമുകളിൽ നിങ്ങൾക്കുണ്ട്. വലിതബ്ലുഗു നിങ്ങൾ പ്രാപിക്കുവാനും, അലൈഹ അവയുടെ മേൽ, ഹാജതൻ വല്ല ആവശ്യത്തിനും അവയുടെ മേൽ നിങ്ങൾ പ്രാപിക്കുവാനും, ഫീ സുദൂരിക്കും നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ള, സുദൂർ ഹൃദയം, സ്വദുർ ഹൃദയം, സുദൂർ ഹൃദയം, ഫീ സുദൂരിക്കും നിങ്ങളുടെ ഹൃദയങ്ങളിൽ, വഅലൈഹ അവയുടെ മേലും, വഅലൽ ഫുൽക്കി കപ്പലുകളിലും, തുഹ്മലൂൻ നിങ്ങൾ വഹിക്കപ്പെടുന്നു. ഇതാണ് പിന്നെ 9ാമത്തെ ആയത്തിന്റെ പദാർത്ഥം. വലകും ഫീഹാ മനാഫിഉ വലിതബ്ലുഗു അലൈഹാ ഹാജതൻ ഫീ സുദൂരികും വഅലൈഹാ വഅലൽ ഫുൽകി തുഹ്മലൂൻ. നിങ്ങൾക്ക് അവയിൽ പലതരം പ്രയോജനങ്ങളുണ്ട്. മുകളിൽ പറഞ്ഞ പ്രയോജനവും അല്ലാത്ത പ്രയോജനങ്ങളും ഉണ്ട്. നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ള വല്ല ആവശ്യത്തിനും അവയുടെ മേൽ യാത്ര ചെയ്തുകൊണ്ട് നിങ്ങൾ എത്തിച്ചേരുവാനും നിങ്ങൾക്കതിനെ സൗകര്യപ്പെടുത്തിയിട്ടുണ്ട്. യാത്ര ചെയ്ത് ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എത്തിച്ചേരുവാൻ ആ വാഹനമായിട്ട് ഈ അൻആമുകളെ സൗകര്യപ്പെടുത്തിയിരിക്കുന്നു. അവയുടെ മേലും കപ്പലുകളിലുമായി നിങ്ങൾ വഹിക്കപ്പെടുകയും ചെയ്യുന്നു. വയുരീകും ആയാതിഹി ഫഅയ്യ ആയാതില്ലാഹി തുൻകിറൂൻ. ഒക്കെ പറഞ്ഞിട്ട് അല്ലാഹു തആല ചോദിക്കുക, വയുരീകും നിങ്ങൾക്ക് അവൻ കാട്ടിത്തരുകയും ചെയ്യുന്നു. ആയാതിഹി യുരീക് കാണിച്ചു തരുന്നു, കും നിങ്ങൾക്ക്, വയുരീകും നിങ്ങൾക്ക് അല്ലാഹു കാണിച്ചു തരുന്നു, ആയാതിഹി അവന്റെ ദൃഷ്ടാന്തങ്ങൾ. എത്ര ദൃഷ്ടാന്തങ്ങളാ അല്ലേ? സുബ്ഹാനല്ലാഹ്, എത്ര ദൃഷ്ടാന്തങ്ങളാണ് അല്ലാഹു തആല നമുക്ക് വിവരിച്ചു തരുന്നത്. ഭൂമിയിലുള്ള നമ്മുടെ സ്വന്തം സൃഷ്ടിപ്പിലുള്ള നമ്മുടെ സൃഷ്ടിപ്പിന്റെ ഉത്ഭവത്തെക്കുറിച്ച്, മൃഗങ്ങളെക്കുറിച്ച് എല്ലാ ദൃഷ്ടാന്തങ്ങളെയും അല്ലാഹു തആല നമുക്ക് കാണിച്ചു തന്നു. അത് അല്ലാഹു പറയുന്നത്, വയുരീകും ആയാതിഹി, വയുരീകും ആയാതിഹി നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ അവൻ കാണിച്ചു തരുന്നു. എന്നിട്ട് അല്ലാഹു ചോദിക്കുന്ന ഒരു വല്ലാത്ത ചോദ്യമുണ്ട്. വല്ലാത്ത ചോദ്യമാണത്. എന്താ ചോദ്യം? ഫഅയ്യ ആയാതില്ലാഹി തുൻകിറൂൻ. ഫഅയ്യ എങ്ങനെയാണ്, ആയാതില്ലാ അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ, തുൻകിറൂൻ നിങ്ങൾ നിഷേധിക്കുന്നത്. ഇതൊന്നും അല്ലാഹു അല്ലാത്ത ഒരാൾക്കും ചെയ്യാൻ കഴിയില്ല എന്നിരിക്കെ നിങ്ങൾക്ക് തന്നെ ബോധ്യമാണല്ലോ, ആകാശങ്ങളെ സൃഷ്ടിക്കുവാനോ ഭൂമിയെ നിങ്ങൾക്ക് വാസയോഗ്യമാക്കി തരുവാനോ പകലിനെ വെളിച്ചമാക്കി തരുവാനോ രാത്രിയെ ഇരുട്ടാക്കുവാനോ അല്ലെങ്കിൽ അൻആമുകളെ, ആടുമാട് ഒട്ടകങ്ങളെ അതിനെ ഭക്ഷണമാക്കുവാനും അതേ പ്രകാരം അതിനെ വാഹനമാക്കുവാനും അതിനെ സൃഷ്ടിക്കുവാനും ഒന്നിനും മറ്റൊരാൾക്കും സാധ്യമാകുകയില്ല എന്ന് നിങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ട്. എന്നിട്ട് അല്ലാഹു ചോദിക്കുന്നു, അതെല്ലാം നിങ്ങൾ കാണുന്നവരാണ്, അതെല്ലാം നിങ്ങൾ അനുഭവിക്കുന്നവരാണ്. എന്നിട്ടും ഫഅയ്യ എങ്ങനെയാണ് ആയാത്തില്ല അള്ളാഹുവിന്റെ ഈ ശക്തമായ ദൃഷ്ടാന്തങ്ങളിൽ തുൻകിറൂൻ നിങ്ങൾക്ക് എങ്ങനെ നിഷേധികളാകാൻ കഴിയുന്നു? അതൊക്കെ വെറുതെ ഉണ്ടായതാണ്.
അതൊക്കെ ഭൂവായി ഉണ്ടായതാണ്, അതിന്റെ പിന്നിൽ ഒരു സൃഷ്ടാവില്ല എന്ന് നിഷേധിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു എന്ന കൃത്യമായ ഒരു ചോദ്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നേരെ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റഹ്മാനായ റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങളെ ഓരോ ദിവസവും കാണുന്നവരാണ്, അനുഭവിക്കുന്നവരാണ്. ഓരോ സെക്കൻഡുകളിലും റഹ്മാനായ റബ്ബ് നമുക്ക് ചെയ്തു തന്നിട്ടുള്ള, നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്ന ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് ചിന്തിക്കുവാനും അത് മുഖേന റഹ്മാനായ റബ്ബിലേക്ക് പൂർണ്ണമായും അടങ്ങുവാനും അവനെ മാത്രം ആരാധിക്കുന്നവരായി തീരുവാനും ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വക്താക്കളായി തീരുവാനും നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.